എന്നാ മോനെ? ഒന്നുമില്ല. നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ? ഏയ് ഇല്ല. എന്നാ എനിക്ക് തോന്നിയായിരിക്കും. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മോൻ പോയി കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കാപ്പ് കുടിക്കാം. ആ എന്താ? എനിക്ക് മനസ്സിലായി. ഏട്ടൻ കള്ളല്ലേ പറഞ്ഞത്? എന്ത്? അച്ഛനോട് എന്തോ പറയാനുണ്ട്. എനിക്കറിയാം. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ? ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്നോടെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ? നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യമാണ്. ഏട്ടന് ഒരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ എപ്പോഴും എപ്പോഴും എന്റെ അനിയത്തിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു? ഞാൻ ഏട്ടന്റെ അനിയത്തിയായാലുള്ള അഹങ്കാരം അത് തന്നെ. അശ്വതി, എന്താ? ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. തിരിച്ചു പോവേ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോവേണ്ടി വരും. അതുകൊണ്ട് ഇല്ല, എന്റെ ബാലേട്ടൻ പോവില്ല. ബാലേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. എന്തിനാ അതൊക്കെ? മുത്തപ്പന്റെ ശിരസിന്ന് സിന്ദൂരെടുത്ത് എന്റെ നെറ്റിയിൽ ഇട്ട് തന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് തുല്യമാണ്. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മതിയായി. ഇവിടെ ആരും കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തത്? നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കല്യാണം ഇങ്ങനെയാ നടത്തുക? അതൊക്കെ കല്യാണ പന്തലിൽ വെച്ച് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. മകരം 1-ാം തീയതി നല്ല ദിവസമാണെന്നാ പണിക്കര് പറയണേ. നമുക്ക് അന്നങ്ങോട്ട് നടത്തിയാലെന്താ? ബാലൻ പറയണേ രേണുവിന്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് മതിയെന്നാ. നമുക്ക് രണ്ടാളിന്റെ കല്യാണം ഒരു പന്തലിൽ വെച്ച് നടത്തിയാലോ? നിന്റെ വർത്താനം കേട്ടിട്ടൊന്നും അവര് കല്യാണം കഴിച്ച് ദൂരെ എങ്ങാണ്ട് പോകേണ്ടവരാണെന്ന്. അവരിവിടെ തന്നെ കഴിയേണ്ടവരല്ലേ? എന്നാലും ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറയായിരുന്നു. ആ, എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ, നടക്കും. എന്താ അശ്വതി ഇത്? ദേഹം മുഴുവൻ മുറിഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എന്റെ ബാലേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടൊക്കെ നടത്തണം. രേണു, ബാലേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോ. പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ബാലേട്ടൻ ഇനിയും തിരിച്ചു പോയിരിക്കാൻ വേണ്ടിയാ. ശരിക്കും പ്രാർത്ഥിച്ചോളൂ. എന്തൊക്കെയായാലും കള്ളൻ കപ്പലിൽ തന്നെയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഒരു കള്ളനെയും വെച്ചിട്ടല്ലേ ആ മൂപ്പിലാൻ കഴിയുന്നത്? അപ്പോ മരിച്ചുപോയ ഒരാളുടെ വേഷമാണ് അവനോട് കെട്ടിയിരിക്കുന്നല്ലേ? ആ, ഒരു പെണ്ണിനെയും പ്രേമിച്ച് സുഖിക്കല്ലേ ഇവിടെ. ഇനി ഒരു നിമിഷം പോലും താമസിക്കണ്ട. ഏതായാലും ആ വീട്ടിൽ ചെന്ന് കൈയോടെ അവനെ പിടിച്ചോണ്ട് വരണം. വേണ്ട, വിക്രമൻ സമർത്ഥനാണ്. സോറി, ബാലനല്ലേ? തന്ത്രപൂർവ്വം ഞാൻ അവനെ കൊണ്ടുപോകും. കുറച്ചു ദിവസം കൂടി ബാലനായിട്ട് തന്നെ കഴിയട്ടെ. അതെ അതെ, അപ്പോഴേക്ക് മൂപ്പിലാനെയും കൊന്ന് ആ പെണ്ണിനെയും കൊണ്ട് അവൻ പോകും. ഇല്ല, അവന് പോകാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നല്ലൊരു മോഷ്ടാവായിരുന്നു അവൻ. ഇന്ന് അവനെ വെല്ലാൻ ബോംബെയിൽ മറ്റൊരു സ്മഗ്ലർ ഇല്ല. അതുകൊണ്ട് അവനില്ലാതെ ഞാൻ പോകുമെന്ന് കരുതുന്നുണ്ടോ?
എന്താ? പാത്രം തറ വീണതാ. ഒന്ന് കാണാനാ ഇവിടെ നിന്ന്. അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, കണ്ടില്ല എന്നങ്ങനെ തീർത്ത് പറയാനും കഴിയില്ല. അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ. ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം, അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ചെറിയടത്ത് തറവാട്ടിൽ തന്റെ സഹോദരി ഇല്ല. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പെങ്ങടെ പുറകെ ചുറ്റുന്നു? ക്ഷേത്രത്തിൽ വെച്ച്, ഇന്നലെ വീട്ടിൽ വെച്ച്. പറ, നിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം. എനിക്കൊന്നും പറയാം. എന്നാ എനിക്കില്ലെന്ന് പറയാനുണ്ട്. നീ ബാലനല്ല. അല്ല. അതെ, നീ ബാലന. നീയല്ലേ ബാലൻ? നോ, അല്ല. പിന്നെ നീ ആരാ? സത്യം പറ. എന്റെ അച്ഛന്റെ അശ്വതിയുടെ ഒക്കെ മുമ്പിൽ നീ എന്തിനു ഞാനായി വേഷം കെട്ടി? പറ. പണമായിരുന്നു ഉദ്ദേശം, അതോ അവരെ കൊല്ലാനോ? ശരിയാ, ഇതൊരു വേഷം കിട്ടില്ല. ഇത് കണ്ടോ? ഒന്ന് അമർത്തി തിരുമിയ മാഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടി വരും ഞാൻ കരുതിയില്ല. അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഞാൻ കയറി പിടിച്ചത് എന്റെ അച്യുതയായിരുന്നു എന്ന്. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരുമോ? നിനക്കതിന് കഴിയുമായിരുന്നു. അശ്വതിക്ക് നീ എന്നിലൊരു ബാലന്റെ മുഖം കാണാൻ കഴിയുമോ? പറ. കഴിയണ്ടേ? അപ്പോ വെറുതെ സ്നേഹം നടിച്ച് നീ എന്റെ അച്ഛനെ അവളെയും ചതിക്കുകയായിരുന്നല്ലേ? അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത്? അശ്വതി കാത്തിരുന്നത് എന്നെയാ, ഈ ബാലനെ. ഓ, ഇന്ന് ബാലൻ നീയാണല്ലോ. മതി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. അറിവ് വെച്ച നാൾ മുതൽ തെരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെയൊക്കെ വില ഇറങ്ങി തന്നെ ഇവിടെ വന്നപ്പോഴാ. ബോംബെയിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ ഏജന്റ് ആയിരുന്നു ഞാൻ. അവർക്ക് ആവശ്യം എന്നെ ആയിരുന്നില്ല, ഞാൻ ചെയ്യുന്ന തൊഴിലിനെയായിരുന്നു. ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും
എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടം വിട്ടത്. കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ച ഒരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു. അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരിറ്റ സ്നേഹം. മരിച്ചോന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, തന്റെ ബാലിന് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, ഇവരുടെ എല്ലാ സ്നേഹം ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവൻ ഈ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാ. കാലം കുറെ ആയല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട്. ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീറി നീറി മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ഇവനാണ് നിങ്ങളുടെ മകനെന്ന് പറയുന്നല്ലേ. അതേ ഞാൻ ചെയ്തുള്ളൂ. ആരെ നശിപ്പിക്കാനല്ല. ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യൂ. ഇനി പറ, ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നോ?